ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രേഷൻ അല്ലെ? ഇന്റഗ്രേഷൻ. അപ്പൊ നമ്മൾ ഇത്രയും നാൾ യൂസ് ചെയ്ത ഇക്വേഷൻ ഒക്കെ എന്താ? നമ്മൾ കുറെ നാളായാലും ഈ റേറ്റ് ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഇക്വേഷൻ ഒക്കെ എന്താ? നമ്മൾ ഇത്രയും നേരം യൂസ് ചെയ്തത് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ ആണെന്ന് ഞാൻ പറയും. അതെന്താ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ആവറേജ് പിന്നെ റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഒക്കെ എടുത്തപ്പേ നമ്മൾ എങ്ങനെയാ എടുത്തത്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ അല്ലെ? കോൺസെൻട്രേഷന്റെ ചേഞ്ച് എടുക്കുന്നു, ഒരു ഭാഗത്തേക്ക് ടൈമിന്റെ ചേഞ്ച് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അതിന്റെ ഗ്രാഫ് വരയ്ക്കുന്നു. ഈ ഗ്രാഫിന്റെ ഒരു പോയിന്റിലുള്ള സ്ലോപ്പ്, അതാണ് ഈ പറഞ്ഞിരിക്കുന്ന എന്തെന്ന് റേറ്റ് എന്ന് പറഞ്ഞത്. കാരണം എന്താണ്? ചേഞ്ച് ഇൻ, അങ്ങനെയില്ലായിരുന്നോ പറഞ്ഞത് അല്ലെ? അതായത് ചേഞ്ച് ഇൻ ആർ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടി. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനിൽ എത്ര ചേഞ്ച് വന്നു ഡിവൈഡഡ് ബൈ ടൈം ആണ് എന്ത് പറഞ്ഞത്? അതാണല്ലോ സ്ലോപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയാ ടാൻജന്റ് അല്ലെങ്കിൽ സ്ലോപ്പ്, ടാൻ തീറ്റ എന്നൊക്കെ പറയുന്നതല്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതല്ലേ? ഗ്രാഫ് ഒക്കെ വെച്ചിട്ട് ഓർമ്മയില്ലേ? ഇൻസ്റ്റന്റേനിയസ് റേറ്റും ആവറേജ് റേറ്റും പഠിച്ചു കഴിഞ്ഞ കാര്യമല്ലേ ഞാൻ പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഡി ബൈ ഡി ടി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ആർ, ഡി ബൈ ഡി ടി എന്താടാ? ഡിഫറൻസിയേഷൻ അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്രയും നാളും പഠിച്ചത് എന്താണ്? ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചത് കേട്ടോ. എന്താ പറഞ്ഞ? നമ്മൾ ഈ ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും ഒക്കെ നമ്മൾ മാസ് ആക്ഷൻ റിലേ, ലോ ഓഫ് മാസ് ആക്ഷൻ ബേസ് ചെയ്തിട്ടും റേറ്റ് ലോ ബേസ് ചെയ്തിട്ടും ഒക്കെ ഉണ്ടാക്കിയില്ലേ? ആ പറഞ്ഞ ഇക്വേഷൻസ് എല്ലാം ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻസ് എന്നാണ് പറയാ. എവിടെയെങ്കിലും നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണേ. ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻസ് എന്നാണ് അവരെ പറയുന്നത്. അതെന്തുകൊണ്ടാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞത്? ബിക്കോസ് നമുക്ക് തന്നെ ഗ്രാഫ് വരച്ചപ്പോൾ അറിയാം. അതായത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് വിത്ത് ദ ടൈം അല്ലെ, വിത്ത് റെസ്പെക്ട് ടു ടൈം, ദാറ്റ് ഇസ് ഡി ബൈ ഡി ടി ഓഫ് ആർ. അല്ലെങ്കിൽ ഇനി പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രൊഡക്റ്റ് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിനെ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ആൻഡ് ഇത് നമ്മൾ ടൈം ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലൂടെ ഉള്ള ടാൻജന്റിന്റെ സ്ലോപ്പ്, അതാണ് നമ്മൾ ഈ പറയുന്ന ഡി ബൈ ഡി ടി ഓഫ് പ്രൊഡക്റ്റ്, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്. റിയാക്ടന്റിനെ കാണിക്കുമ്പോൾ നമ്മൾ സാധാരണ നെഗറ്റീവ് മുന്നിൽ ഇടാറുണ്ട്. ബിക്കോസ് എന്താണ്? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ആണ് ചെയ്യുക. പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ മുന്നിൽ പോസിറ്റീവ് ആണ്. ബിക്കോസ് എന്താണ്? അത് ഇൻക്രീസ് ആണ് ചെയ്യുക. ഇതെല്ലാം നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നാളും പഠിച്ചത് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് ഈ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷന് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് ഈ ഇക്വേഷന്റെ അകത്ത് റേറ്റ് ലോ എന്ന് പറയുന്ന സാധനവും അതേപോലെ തന്നെ ഓർഡർ എന്ന് പറയുന്ന ഓർഡർ ഓഫ് റിയാക്ഷൻ എന്നും ബെറ്റർ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ഡിഫിക്കൽറ്റി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റഗ്രേഷൻ നമ്മൾ കൊണ്ടുവന്നത്. ഇനി ഇന്റഗ്രേഷനിലൂടെ എങ്ങനെ നമുക്ക്, അപ്പൊ ഞാൻ ഇനി ഇന്റഗ്രേഷനിലൂടെ ഇക്വേഷൻ ഡെവലപ്പ് ആക്കും. ആ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിക്കണം. അത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, ദേവാഞ്ജന വന്നു, തേജസ് വന്നു. ഇനി വേറെ ആരെങ്കിലും വരാനുണ്ടോ? ദേവനന്ദ എവിടെ? ദേവനന്ദക്ക് കെമിസ്ട്രി വേണ്ടേ? ഒറ്റ സെക്കൻഡ് എടാ. ഞാൻ ഇന്ന് ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ് എടുക്കണമെന്ന് വിചാരിച്ചതാ. പിന്നെ കലക്ടർ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എടുത്തിട്ട് ഒരു പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചതുകൊണ്ടാട്ടോ പെട്ടെന്ന് ഓൺലൈനിലേക്ക് മാറ്റിയത്. പക്ഷെ നാളെ ഇനിയിപ്പോ കലക്ടർ എന്തായാലും ഇറക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ നാളെ നമുക്ക് എടുക്കാം. നാളെ ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലേ? നാളെ ബലി ഇടും അല്ലേ എല്ലാവരും? ഹലോ, ഇതെന്താ മാം മോളെന്താ ക്ലാസ് കയറാതെ? നീറ്റിന്റെ കൂടെ വേണം. അപ്പൊ അന്നേരം അതിന്റെ ക്ലാസ് ഉണ്ടോ? അപ്പൊ അവളൊന്നും ഇൻഫോം ചെയ്യുന്നില്ലല്ലോ, ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പൊ നമ്മളിവിടെ കുട്ടീനെ കണ്ടില്ലെങ്കിൽ നമ്മള് വിളിക്കൂലേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഇൻഫോം ചെയ്യണേ. നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചിടുകയോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് വോയിസ് ഇടുകയോ ചെയ്താൽ മതി. റീസൺ എന്താണെന്നുള്ളത്. ശരി, ഓക്കെ. ശരി.
ഓക്കെ, അപ്പൊ നമുക്കിത് ഇന്റഗ്രേഷനിലൂടെ നമ്മളിവിടെ ഇന്റഗ്രേഷനിലൂടെ 2 ഇക്വേഷൻസ് മാത്രമാണ് ഡെവലപ്പ് ചെയ്യുള്ളൂ. അതില്ലെങ്കിൽ ഇന്റഗ്രേഷനിലൂടെ നമ്മൾ 2 ഇക്വേഷൻസേ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. അത് 0th ഓർഡറിൻ്റെതും അതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡറിന്റെയും റിയാക്ഷന്റെ ഇക്വേഷൻ ആണ്. ആദ്യം നമുക്ക് ഇന്റഗ്രേഷനിലൂടെ 0th ഓർഡറിന്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാം. അത് ഒരു സബ് ടോപ്പിക് എഴുതിക്കോ, 0th ഓർഡർ അല്ലെങ്കിൽ 0th ഓർഡർ 0th ഓർഡർ റിയാക്ഷൻ, 0 ഓർഡർ റിയാക്ഷൻ, 0 ഓർഡർ റിയാക്ഷൻ. ശരി, 0 ഓർഡർ റിയാക്ഷൻ. അപ്പൊ അവിടെ നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ നമ്മൾ എ എന്ന് പറയുന്നത് പി ആയി മാറുന്നു. ഓക്കെ, ഒരു എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട്, സോറി റിയാക്ടന്റ് ഉണ്ട്, പി ആയി മാറുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ റേറ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതും? ശരിക്കും നമ്മൾ ഡിഫറൻഷിയേഷൻ വെച്ചിട്ട് എങ്ങനെയായിരിക്കും എഴുതുക? നമുക്ക് റിയാക്ടന്റിന്റെ ബേസ് ചെയ്തിട്ടോ പ്രൊഡക്റ്റിന്റെ ബേസ് ചെയ്തിട്ടോ റേറ്റ് പറയാലോ, പറയാം. ഞാനിപ്പോ തൽക്കാലം റിയാക്ടന്റിന്റെ ബേസ് ചെയ്തിട്ട് പറയാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ, ചേഞ്ച് ഇൻ റിയാക്ടന്റ് അല്ലെ, ചേഞ്ച് ഇൻ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ബൈ ടൈം, ഇങ്ങനെയല്ലായിരുന്ന റേറ്റ് പറഞ്ഞത്? എത്ര വ്യത്യാസം റിയാക്ടന്റിൽ വന്നിട്ടുണ്ടോ ഡിവൈഡഡ് ബൈ എത്ര ടൈം ചെയ്താൽ നിങ്ങൾക്ക് റേറ്റ് കിട്ടുന്നു അല്ലെ? അത്രയും റിയാക്ടന്റ് അല്ലേ പ്രൊഡക്റ്റ് ആയിട്ടുണ്ടാവുക ആ സമയത്തിനുള്ളിൽ, അങ്ങനെയല്ലേ? നിങ്ങളൊന്നും നോക്കണ്ട കേട്ടാ, ഒന്നും നോക്കണ്ട വരുന്നേ, മുന്നേ പഠിച്ചത് നോക്കിയാലേ ഞാൻ എന്താ പറയുന്നതെന്ന് മനസ്സിലാവൂലേ. ഓർമ്മയുണ്ടോ ഇതല്ലേ എഴുതിയത്? ചേഞ്ച് ഇൻ ഡി ബൈ ഡി ടി ഓഫ് എന്ന്. ഇനി റിയാക്ടന്റ് ആയതുകൊണ്ട് ഇത് കുറയല്ലേ ചെയ്യാം റിയാക്ടന്റ്. ആ കുറയുന്ന കാണിക്കാൻ ഒരു നെഗറ്റീവ് ഒക്കെ ഇട്ട ഓർമ്മയുണ്ടോ? ആക്കൂ. അപ്പൊ ഈ പറയുന്ന സാധനമാണ് നമ്മള് 0th ഓർഡർ ആണല്ലോ. അപ്പൊ 0th ഓർഡർ ആണെങ്കിൽ ഈ റേറ്റ് എന്ന് പറയുന്നത് k ഇൻറ്റു എ റേസ് ടു എത്രയാണ് 0th ഓർഡർ ആകുമ്പോ? വെരി ഗുഡ്, എ റേസ് ടു 0 ആണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഡിഫറൻസിയേഷൻ ആണ് k ഇൻറ്റു എ റേസ് ടു 0. കാരണം 0th ഓർഡർ ആയതുകൊണ്ട് 0th ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നതാണ് അതിന്റെ അർത്ഥം അല്ലെ? ശരിയല്ലേ? അപ്പൊ അതുകൊണ്ടാണ് റേസ് ടു 0 വന്നത്. അപ്പൊ നമുക്കറിയാം എന്തും റേസ് ടു 0 എന്താണ്? അൺമ്യൂട്ട് ചെയ്ത് പറ, 1 അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയടാ? d by dt of a equal to k into 1 എന്നുള്ളത് k അല്ലേ? k ആണ്. ശരി, ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടത്? എന്റെ എയിം എന്താ വെച്ചാൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ബേസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. നെഗറ്റീവ് ഇവിടുന്ന് അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താവും? നെഗറ്റീവാ. നെഗറ്റീവ് ഇവിടെ വേണ്ട, നെഗറ്റീവ് ഇപ്പുറത്തേ വേണ്ടു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെയും -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, ഇവിടെയും -1 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യാം. അങ്ങനെയല്ലേ പ്രോസസ്സ്, മാത്തമാറ്റിക്കൽ പ്രോസസ്സ്. അപ്പൊ ഇവിടുത്തെ നെഗറ്റീവ് വെട്ടിപ്പോവും, ഇവിടെ ആ നെഗറ്റീവ് കയറും. ഈ dt ഇവിടെ ഡിവൈഡ് ആണ്, ഇപ്പുറത്തേക്ക് വരുമ്പോ എന്താവും? ഇൻറ്റു ആവും. ഇങ്ങനെയല്ലേ മാത്തമാറ്റിക്കലി ഈ പറയുന്ന പരിപാടി ചെയ്യാം. ഓക്കെ ആണോ? ഇതൊന്നും നമുക്ക് ഇനി ഇങ്ങനെ പേപ്പറിൽ എഴുതേണ്ട ആവശ്യമില്ല, നമുക്കറിയാം ഇതാണ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ നെഗറ്റീവിനെ ഇവിടുന്ന് അപ്പുറത്തേക്കും എടുത്തു, dt ഡിവൈഡഡ് ബൈ dt ഇപ്പുറത്ത് കൊണ്ടുവന്നു. ഞാൻ 2 ഭാഗം ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകും. ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്. 2 ഭാഗം ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ എന്ത് കിട്ടും നമുക്ക്? പറഞ്ഞേ. എന്തേ? ഇന്റഗ്രൽ കോൺസെൻട്രേഷൻ ഓഫ് അതേപോലെ -k dt എന്ന് കിട്ടി. 2 ഭാഗത്ത് ഇന്റഗ്രേറ്റ് ചെയ്തു. എടാ നമ്മള് ഇന്റഗ്രേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ? ഓക്കെ, ഇന്റഗ്രേഷൻ നമ്മൾ ഫിസിക്സ് പഠിക്കുന്നുണ്ടല്ലോ, ബേസിക് ഇന്റഗ്രേഷൻ അല്ലെ? അപ്പൊ ഫിസിക്സിനകത്ത് ബേസിക് ഇന്റഗ്രേഷൻ ഇന്റഗ്രൽ x റേസ് ടു n എന്ന് പറഞ്ഞാൽ എത്രയാ? x റേസ് ടു n dx ഉണ്ട്, ഇസിക്കൽ ടു x റേസ് ടു n plus 1 by n plus 1. n plus 1 ആണ് അതിന്റെ ഇക്വേഷൻ കേട്ടോ. -1 അല്ലേ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, കീപ്പ് ഓൺ എഴുതിക്കേ. ഇനി എഴുതാൻ വേറെ സമയമൊന്നുമില്ല, ഞാൻ ഇതിങ്ങനെ മേലെ നിന്ന് മായ്ച്ച് താഴത്തേക്ക് എത്തുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഇനി എനിക്ക് എന്റെ ഭാഗത്തും ഈ പറയുന്ന ഭാഗത്തും ഈ ഇന്റഗ്രേഷൻ പെർഫോം ചെയ്യണം. അതിനു വേണ്ടി ഞാൻ എങ്ങനെ ചെയ്യും നോക്കാം. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് നോക്കിക്കേ, ഇതുവരെ എല്ലാവരും എത്തിയോ? ഇതുവരെ എല്ലാവരും എഴുതിയോ? ഇനി അങ്ങോട്ട് ഞാൻ എഴുതുന്നതിന് പാരലൽ ആയിട്ട് ഞാൻ പറയുന്ന കേൾക്കുകയും ചെയ്യണം, എഴുതുകയും ചെയ്യണം കേട്ടോ. ദേവാഞ്ജന, തേജസ്, അലനൊക്കെ വീഡിയോ ഓൺ ചെയ്ത് വീഡിയോ ഓഫ് ആക്കിയിട്ട് ആർക്കും ഇവിടെ ഇരിക്കാൻ പറ്റില്ല.
ഇതൊരു വെർച്വൽ ക്ലാസ് ആണ്. നിങ്ങൾ അവിടെയും ഞാൻ ഇവിടെയും കമ്പ്യൂട്ടറിലാണെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിലും ഇവിടെ ഒരു വ്യത്യാസവും വന്നിട്ടില്ല കേട്ടോ. ഞാൻ അല്ലെങ്കിൽ ഇവിടുന്ന് റിമൂവ് ചെയ്യും. ഞാൻ വൺസ് റിമൂവ് ചെയ്ത ആൾക്കൊക്കെ പിന്നെ ക്ലാസ്സിലേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഓൾറെഡി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ദേവാഞ്ജന, വീഡിയോ ഓൺ ചെയ്യാണ്ട് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല ദേവാഞ്ജന. അപ്പൊ ഞാൻ ഈ പറയുന്ന സ്ഥലത്ത് ഇത് നമ്മളിപ്പോ ഇല്ലേ ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഡിഫറൻസിയേഷൻ ഇപ്പൊ ലാസ്റ്റ് ഡിഫറൻസിയേഷൻ പഠിച്ചില്ലേ? ഡിഫറൻസിയേഷൻ പഠിച്ചപ്പോ നമ്മൾ വൈനെയും എക്സും രണ്ട് വേരിയബിൾ ഒരു ഇക്വേഷനിലുള്ള കേസ് പഠിച്ച ഓർമ്മയുണ്ടാ? ഇല്ലേ? നമ്മൾ ഡിഫറൻസിയേഷൻ പഠിച്ചപ്പോ വൈനെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്, എക്സിനെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്ത ഓർമ്മയുണ്ടാ? ഇല്ലേ? y is equal to x plus 1 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എങ്ങനെയാ ഡിഫറൻഷിയേറ്റ് ചെയ്തേ? y equal to x plus 1 എന്ന് പറഞ്ഞാല് ഇപ്പൊ എക്സിന്റെ വിത്ത് റെസ്പെക്ട് ടു ആ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യും? dy by dx is equal to ഡെറിവേറ്റീവ് ഓഫ് x 1 പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് 0. ഇങ്ങനെ നമ്മൾ ചെയ്യൂലേ? അതായത് ഒന്ന് കൂടുതൽ വേരിയബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാലോ. ഇതേപോലെ തന്നെ ഇന്റഗ്രേഷനിലും ഒരു ഇക്വേഷനിലും ഒന്ന് കൂടുതൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഡി മുന്നിൽ കിടക്കുന്ന ആൾക്കാരില്ലേ, അവരാണ് ഒരു ഇക്വേഷന്റെ വേരിയബിൾസ് ഇന്റഗ്രേഷനിൽ. ശ്രദ്ധിക്കണേ, വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തിനൊക്കെ ഡി മുന്നിലുണ്ടോ ഈ ഡി മുന്നിലുള്ള ആൾക്കാരാണ് വേരിയബിൾ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ എത്ര വേരിയബിൾ ഉണ്ടടാ? ഡി മുന്നിലുള്ള എത്ര പേരുണ്ട്? രണ്ടാൾക്കാരുണ്ട്. ഒന്ന് എയും ഉണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് എയും ഉണ്ട്, ഒന്ന് ടൈമും. ഈ രണ്ട് വേരിയബിൾസ് ഈ പറയുന്ന ഇക്വേഷനിലുണ്ട്. ഓക്കെ, അതായത് എക്സ് പോലെ ആക്ട് ചെയ്യുന്ന രണ്ട് പേർ ഈ ഇക്വേഷനിൽ ഉണ്ട് എന്ന് അർത്ഥം. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാ. ഇതേപോലെ അപ്പൊ ഇന്റഗ്രൽ ഡി എ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ മുന്നിൽ ആരെയും കാണുന്നില്ല. എ എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ ഉണ്ടോ? ശരിക്കും എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്ന പോലെ എക്സ് റൈസ് ടു എന്നിന് ഡി എക്സ് അല്ലേ? അപ്പൊ ഡി എന്റെ മുന്നിൽ എ റൈസ് ടു എന്തെങ്കിലും വരണ്ടേ? ഇവിടെ കാണാനുണ്ടോ? ഞാനിപ്പോ ഇന്റഗ്രേഷൻ ആണേ പഠിപ്പിച്ചു തരുന്നത്. ഇനി ആക്ച്വൽ ഇന്റഗ്രേഷൻ പഠിപ്പിക്കുമ്പോ ഇതിന്റെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ ഇതിന്റെ മുന്നിൽ എ റൈസ് ടു എന്തെങ്കിലും കാണാനുണ്ടോ? ഇല്ല. അപ്പൊ എ റൈസ് ടു ഒന്നും കാണാനില്ലെങ്കിൽ ഇവിടെ എ ഉണ്ട്, പക്ഷെ അതിന്റെ റൈസ് ടു പവർ ആരാ? എ റൈസ് ടു ഒന്നും കാണാനില്ല. അങ്ങനെയാണ് ഇവിടെ ആരാ? മണ്ണാ? അങ്ങനെ ഉണ്ടാവില്ല. എ റൈസ് ടു മണ്ണില്ലേ? 0 ആണ്. അതാണ് അവിടെ കാണാനില്ലാതെ. കാരണം എ റൈസ് ടു 0 1 അല്ലേ? അതുകൊണ്ടാണ് കാണാത്തത്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെ 0. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് 0 ആണ് ഉള്ളത്. അപ്പൊ ഈ ഫോമിൽ അപ്ലൈ ചെയ്യുമ്പോൾ a raised to 0 plus 1 by 0 plus 1, that is a by 1, which is equivalent to a അല്ലേടാ? ദേവാഞ്ജന എന്താണ് വീഡിയോ ഓൺ ചെയ്യാത്തത്? ദേവാഞ്ജന, ഞാൻ ക്ലാസ് എടുക്കില്ല. ഒരാൾ ഇങ്ങനത്തെ മിസ്ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് എടുക്കില്ല. ഇനി എന്തെങ്കിലും പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഓപ്പൺ ആയിട്ട് പറയണം. വീഡിയോ ഓഫ് ആക്കിയിട്ടൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. അതെന്താ എല്ലാവരും ഒരേപോലെയല്ലേ? ഈ ക്ലാസ്സിൽ എന്താ ഓരോരാൾക്ക് വേറെ വേറെ റൂൾസ് ആണോ? അതേപോലെ അലനോടും കൂടിയാ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്സിനോട് എന്നെ വിളിച്ച് അറിയിക്കാൻ വേണ്ടി പറയാം. പിന്നീട് അത് കംപ്ലീറ്റ് അവരുടെ ഇതാണ്. എന്താണെന്ന് വെച്ചാൽ അവരാണ് പിന്നെ നോക്കുക കുട്ടീനെ. അല്ലാതെ ഇവിടെ ഒരാൾക്കും വീഡിയോ ഓഫ് ആക്കിയിട്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ പാരന്റിനോട് എന്നെ വിളിച്ചിട്ട് ആ ബുദ്ധിമുട്ട് പറയാൻ പറയാം. അന്നേരം ഞാൻ പാരന്റിനോട് നോക്കാൻ പറയും. പിന്നീട് ഞാൻ നോക്കൂല വീഡിയോ ഓഫ് ആക്കി കഴിഞ്ഞാൽ. കാരണം എനിക്ക് അറിയില്ലല്ലോ അപ്പുറത്തെ ഭാഗത്ത് എന്താ ചെയ്യുന്നത്. അതുകൊണ്ട് അലൻ വീഡിയോ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ റിമൂവ് ചെയ്യും ഇപ്പൊ തന്നെ. ഓക്കെ, അപ്പൊ എ ആണ് കിട്ടി. ഇനി ഇതേപോലെ ഇവിടെ ചെയ്യാണ് ഇന്റഗ്രൽ മൈനസ് കെ ഡി ടി. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? അപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്റഗ്രേഷൻ ആയിക്കോട്ടെ ഡിഫറൻസിയേഷൻ ആയിക്കോട്ടെ അവിടെ നമുക്കൊരു കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കെ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് അല്ലേ? ആണ്. അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് അല്ലേ? നെഗറ്റീവ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്. അപ്പൊ അവർ രണ്ടാളെയും ഞാൻ പുറത്തെടുത്തു. അപ്പൊ ഇന്റഗ്രൽ ഡി ടി. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ ഡി ടി എന്ന് പറയുമ്പോ
ടി ഈ പറയുന്ന ഇതേ കേസ് ആണ് ഇവിടെ വരുന്നത് അല്ലെ, ഇത് ഇന്റഗ്രൽ ഡി എ എന്ന് പറഞ്ഞ പോലെ. അതായത് മുന്നിൽ ടി കാണുന്നില്ല എന്നതിന്റെ അർത്ഥം ടി റേസ് ടു 0 ഉണ്ട് എന്നല്ലേ. ഓക്കെ, അപ്പൊ അതേ രീതിയിൽ നമ്മൾ ഇവിടെ ചെയ്യാം. അപ്പൊ മൈനസ് കെ ഇന്റഗ്രൽ ടി റേസ് ടു 0 ഡി ടി ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് കെ ടി എന്ന് കിട്ടൂലേ എനിക്ക്. ഇവിടെ എ കിട്ടിയതുപോലെ ഇവിടെ ടി കിട്ടൂലേ, മുന്നിൽ ഒരു മൈനസ് കെ കോൺസ്റ്റന്റും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ഇത് രണ്ടും നമ്മൾ ആക്ച്വൽ ഇക്വേഷനിലേക്ക് ഇടാൻ പോവാണ്. അപ്പൊ ഇക്വേഷൻ 1, അപ്പൊ 1 ബിക്കം 1 ഇപ്പൊ എങ്ങനെയായി മാറിയടാ, അതായത് എ ഇസ് ഈക്വൽ ടു മൈനസ് കെ ടി എന്നായി. ഓക്കെ, ഇനി ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഡിഫറൻസിയേഷനെ നേരെ തിരിച്ചു ചെയ്യുന്നതാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയല്ലേ പറഞ്ഞത്? സ്ക്വയർ റൂട്ടും സ്ക്വയർ റൂട്ടും തിരിച്ച് ചെയ്യുന്നതാ. ലോഗും എക്സ്പോണന്റും തിരിച്ചു ചെയ്യുന്നതാ. അങ്ങനെ പഠിച്ചിട്ടില്ല? അതേപോലെ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും തിരിച്ചും മറിച്ചും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, അപ്പോ ഞാൻ സാധാരണയായിട്ട് ഇപ്പൊ ഒരു ഡി ബൈ ഡി എക്സ് ഓഫ് ഒരു എക്സ് സ്ക്വയർ പ്ലസ് 1 ചെയ്യുന്നു. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ചെയ്തു. അപ്പൊ എനിക്ക് എന്താ കിട്ടുക പറഞ്ഞേ? 2x പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് ചെയ്യണ്ടേ? 0. അതായത് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഡെറിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കോൺസ്റ്റന്റുകൾ എന്തായി പോവും? 0 പോകും. അപ്പൊ ഇത്തരത്തിൽ ഡെറിവേഷൻ ചെയ്ത് കോൺസ്റ്റന്റ് 0 പോയ സ്ഥാനത്തെ ഇന്റഗ്രേഷനിലൂടെ തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ, നമുക്കറിയില്ലല്ലോ ആരാ 0 പോയെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അലനെ ശ്രദ്ധിക്കണേ, അലൻ വി. അപ്പൊ ഇതിന് ഞാനിപ്പോ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കിത് 2 പുറത്തെടുക്കുന്നു ഇൻറ്റു, ശരിക്കും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? എക്സ് റേസ് ടു 1 എന്നല്ലേ. അപ്പൊ എക്സ് റേസ് ടു 1 + 1 2/2 എന്ന് വരും. ഇത് വെട്ടിപ്പോവും. എന്റെ ഇടയ്ക്ക് എക്സ് സ്ക്വയറേ കിട്ടും ഇന്റഗ്രേറ്റ് ചെയ്താല്. ആദ്യം ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത സാധനത്തിന് ഞാനൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കുമ്പോ എക്സ് സ്ക്വയറേ കിട്ടുന്നുള്ളൂ. ആ ബാക്കിയുള്ള +1 കിട്ടിയില്ല. ശരിയല്ലേ? അത് കിട്ടിക്കാൻ നമുക്ക് ആവില്ലല്ലോ, അത് ഏത് സാധനം 0 പോയെന്ന് അറിയില്ലല്ലോ. അപ്പൊ അത് കിട്ടാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ ഒരു +c ഇടും. ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട് എന്നതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ഫർദർ കണ്ടിന്യൂ ചെയ്യാൻ പോവാം. അതായത് ഇതുപോലെ ഇക്വേഷനിലേക്ക് എത്തി. ഞാൻ കൺസിഡർ ചെയ്യുന്നത് അറ്റ് t = 0. അതായത് എന്റെ സമയം എന്ന് പറയുന്നത് ഇപ്പൊ 0 ആണ്. അപ്പൊ ഇവിടെ a എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് a ആണേടാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സമയം t എന്ന് പറയുന്നത് 0 സെക്കൻഡ്സ് ആവുമ്പോ പ്രോസസ്സ് തുടങ്ങിയോ? റിയാക്ഷന്റെ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പൊ സമയം 0 ആവുമ്പോ ഇല്ലല്ലോ, റിയാക്ഷന്റെ പ്രോസസ്സ് തുടങ്ങിയിട്ടില്ല, തുടക്കത്തിലുള്ളത്. അപ്പോ ഞാൻ ഈ a raised to 0 എന്നാണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എനെ എടുക്കുന്നത്. എന്റെ ബേസിൽ 0 ഇട്ടിട്ടാണ് ഞാൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ എടുക്കുന്നത്, കൺസിഡർ ചെയ്യുന്നത്. കാരണം t 0 ആകുമ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അല്ലേ എക്ക് ഉണ്ടാവുക. റിയാക്ഷൻ ഒന്നും നടന്നിട്ടില്ലല്ലോ. അപ്പൊ അത് ഇവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അപ്പൊ ഇതിനെ ഞാൻ ഇക്വേഷൻ 2 എന്ന് വിളിക്കുന്നു. അപ്പൊ ഇക്വേഷൻ 2 ബിക്കം എന്ത് സംഭവിച്ചു? ഇക്വേഷൻ 2 എന്താ സംഭവിച്ചത്? അതായത് ടി എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ അന്നേരം ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് ഉണ്ടാവുക, A0 ആണ്. -k അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ ടിയുടെ സ്ഥാനത്ത് ഇപ്പൊ എന്താ ഉള്ളത്? 0 × 0 എന്നാണ് വരിക. പ്ലസ് ഒരു സി ഉണ്ട് ഇപ്പുറത്ത്. ഓക്കെ അല്ലെ? അപ്പൊ ഇപ്പൊ എന്തായി പോയടാ? എന്തെങ്കിലും സാധനം × 0 ആയത് അത് 0 ആയി പോകും അല്ലെ? അതായത് ഈ പറയുന്ന ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് സി എന്നല്ലേ നമുക്കിപ്പോ കിട്ടിയത് അല്ലെ? t 0 ആവുന്ന സമയത്ത്. ഇനി ആ വാല്യൂനെ ഞാൻ എടുത്തിട്ട് എന്റെ ഈ പറയുന്ന ഇക്വേഷൻ 2ലേക്ക് എനിക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, അതാണ് അടുത്ത പരിപാടി. അപ്പൊ ഇതിനെ ഞാനൊരു 3 എന്ന് വിളിക്കുന്നു. 3 × 2. 3നെ ഞാൻ 2ലേക്ക് ഇടുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? കോൺസെൻട്രേഷൻ ഓഫ് A is equal to -kT plus concentration of A at initial. കിട്ടൂലേ? പാരലൽ ആയിട്ട് എഴുതണേ. ഓക്കെ, കിട്ടി. ഇനി എന്റെ പരിപാടി എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് എനിക്ക് കെന്റെതും ടീന്റെതും ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതോടെ ഈ പരിപാടി നമുക്ക് ഇവിടെ തീർന്നു. ആദ്യം നമുക്ക് കെന്റെ ഇക്വേഷൻ ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പൊ കെന്റെ ആണ് ഞാൻ ഇപ്പൊ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് കെ എന്ന് പറയുന്നത് ഇപ്പുറത്തെ ഭാഗത്ത് കിട്ടണം, ബാക്കി എല്ലാവരും അപ്പുറത്തെ ഭാഗത്തേക്കായി കിട്ടണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? -kT ഈ ഭാഗത്തേക്ക് എടുത്തു. അപ്പൊ +kT ആയി. ഈ എ എന്ന് പറയുന്ന കോൺസെൻട്രേഷനെ അപ്പുറത്തേക്ക് എടുത്തപ്പോ എന്തായിടാം? അത് -a എന്നായി.
ഇനി ടി ഇവിടെ ഇൻറ്റു ടി ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ടി ഡിവൈഡ് ആവും. ദാറ്റ് ഈസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മൈനസ് ഫൈനൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ദ ടൈം ചെയ്താൽ നിങ്ങൾക്ക് കെ കിട്ടും. ഇതാണ് ഇന്റഗ്രേഷൻ എന്തോ നമ്മൾ ഇപ്പൊ ചെയ്ത് ഇന്റഗ്രേറ്റഡ് അല്ലെ? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ. ഇതിൽ എങ്ങനെയൊക്കെയാണ് പ്രോസസ് നടന്നത് എന്ന് 100% ക്ലിയർ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? എങ്കിൽ നമുക്ക് ഇനി ഫസ്റ്റ് ഓർഡറിന്റെ ഇതേപോലെ ചെയ്ത് കണ്ടുപിടിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഇക്വേഷൻ ഇതിന്റെ അകത്ത് ഫസ്റ്റ് ഓർഡർ ആണ് കൂടുതൽ ചോദിക്കാറ്. എനിവേ സീറോത്ത് ഓർഡറും ചോദിക്കാൻ പാടില്ല എന്നില്ല. അപ്പൊ സീറോത്തും ഫസ്റ്റും ചോദിക്കും കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷൻ ഓർമ്മ വെക്കണം. ഇന്റഗ്രേഷൻ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ സ്റ്റെപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആവുന്നത് പോലെ മാക്സിമം പഠിച്ചു വെക്കുക. ഡെറിവേഷൻ ചോദിക്കാം. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് ഇനി നമ്മൾ സീറോത്ത് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിലേക്ക് പോവാണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പൊ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ വീണ്ടും നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്പിലൂടെ പോകുന്നു. എയിൽ നിന്നും എനിക്കൊരു പി കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഡി ഓ കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ ഡി ടി ആണ്. ആ പറഞ്ഞ സാധനം നമ്മൾ കെ വെച്ച് പറയുമ്പോ എങ്ങനെയിരിക്കും? കെ ഇൻറ്റു എ റേസ് ടു എത്രയാണ് വരിക? ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ എ റേസ് ടു 1 ആണ് വരിക. ഓക്കെ. ഇനി ഞാൻ ഇതിനെ വീണ്ടും എന്ത് ചെയ്യാൻ പോവാണ്? എന്റെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഏത് ഇക്വേഷന്? ഈ പറയുന്ന മൈനസ് ഡി എ ബൈ ഡി ടി ഈസിക്കൽ ടു കെ എ എന്നുള്ളതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്ക് പോവാണ്. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്? എയും ടിയും. 2 വേരിയബിൾ ആണ് ഡി മുന്നിലുള്ളതായിട്ടുള്ളത്. അപ്പൊ എന്താ ചെയ്യാന്നറിയോ മക്കളെ? നോക്കിക്കേ. ഇങ്ങനെ ഒന്ന് കൂടുതൽ വേരിയബിള്, അതായത് ഒന്ന് കൂടുതൽ വെച്ചാൽ 2 എന്നുള്ളതേ നമുക്ക് ചെയ്യേണ്ടി വരുള്ളൂ. 2 എന്നുള്ള കേസസ് വരുന്ന സമയത്ത് ഒരു വേരിയബിളിന്റെ ആൾക്കാരെ എല്ലാം ഒരു ഭാഗത്തേക്കും മറ്റേ വേരിയബിളിന്റെ ആൾക്കാരെയൊക്കെ ഒരു ഭാഗത്തേക്കും എടുക്കുക. ഓക്കെ. ഇവിടെ ഇപ്പൊ വെരി ഗുഡ്. ഡി ടി നമ്മൾ ഇപ്പുറം വരുമ്പോ ഈ എ എപ്പുറം വരണം? ഇപ്പുറം. എന്റെ ഭാഗത്തേക്കും എ മുഴുവനും വരണം. ടീന്റെ ഭാഗത്തേക്ക് ടി മുഴുവനും വരണം. എന്നിട്ട് 2 ഭാഗം ഇന്റഗ്രേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യാം. ഓക്കെ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഇതാക്കെ ഈ ഇവിടെ ഇട്ട് ഇൻറ്റു എനെ ഞാൻ താഴത്തേക്ക് കൊണ്ടുവരും. താഴത്തേക്ക് കൊണ്ടുവരുമ്പോ അത് ഡിവൈഡഡ് ബൈ എ ആവും. ഈ താഴത്തെ ഡി ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോ എന്താവും? അത് ഇപ്പൊ മേലോട്ട് കയറുമ്പോ ഇൻറ്റു ആവും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? 2 ഭാഗവും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇന്റഗ്രേറ്റ് ബോത്ത് സൈഡ്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് മൈനസ് ഡി എ ബൈ എ ഈസിക്കൽ ടു ഇന്റഗ്രൽ കെ ഡി ടി എന്ന് കിട്ടും. ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ നെഗറ്റീവിനെ പുറത്തെടുക്കാലോ. അപ്പൊ ഞാൻ നെഗറ്റീവിനെ പുറത്തെടുത്തു. എനിക്ക് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ എ, ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെയുള്ളതെന്ന് അറിയോ? ഇത് ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ബൈ എ ഡി ഓഫ് എ എന്ന ഫോമിലാണ് ഉണ്ടാവുക. ഇവിടെ കെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഡി ടി എന്നും. ഈ 1 ബൈ എനെ എങ്ങനെയാ ഇന്റഗ്രേറ്റ് ചെയ്യാം? നമുക്ക് ആലോചിച്ച് നോക്കാം. ഏതിന്റെ ഡിഫറൻഷ്യൽ ആയിരുന്നടാ 1 ബൈ എക്സ്? എന്തിനാ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോ 1 ബൈ എക്സ് കിട്ടിയ? എന്തിനാ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോ 1 ബൈ എക്സ് കിട്ടിയ? എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ എന്നല്ലേ കിട്ടുക? ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോഴാണ് 1 ബൈ എക്സ് കിട്ടിയത്. അപ്പോ ലോഗ് എന നമ്മൾ ഡി ബൈ ഡി എ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 1 ബൈ എ കിട്ടുന്നതാണ് അർത്ഥം. കാരണം നമ്മൾ ഇങ്ങനെയാ പഠിച്ചത്, ലോഗ് എക്സിന് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ചെയ്താൽ എനിക്ക് 1 ബൈ എക്സ് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിഫറൻസിയേഷന്റെ നേരെ തിരിഞ്ഞിട്ടുള്ളതാ ഇന്റഗ്രേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ഡി എക്സിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി, ദാറ്റ് ഈസ് ഡി ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു 1 ബൈ എക്സ് ഡി എക്സ് ആക്കി നേരെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. 2 ഭാഗത്ത് ഇന്റഗ്രേറ്റ് ചെയ്തു.
ഇന്റഗ്രേറ്റ് ചെയ്തപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ ഒരു ഇപ്പൊ ഡി ഓഫ് എന്ന് പറയുമ്പോൾ തന്നിട്ടുണ്ടെങ്കിൽ ഈ ലോഗ് എക്സ് ആണ് ഇവിടെ വേരിയബിൾ അല്ലെ. അപ്പൊ ഇതേപോലെ നേരത്തെ ഡി ഓഫ് കോൺസെൻട്രേഷൻ എ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ എ അല്ലേ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയത്. അപ്പൊ ഡി ഓഫ് ലോഗ് എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് എക്സ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടൂലേ. ഒരു ലോഗ് എക്സിന് ഒരു വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യടാ. ലോഗ് എക്സ് ടി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇന്റഗ്രൽ ഓഫ് ഒരു ഡി ടി ചെയ്യുമ്പോൾ ടി കിട്ടൂലേ പുറത്ത്. കിട്ടുവോ? അങ്ങനെ കിട്ടുമെങ്കിൽ ഇവിടെ ഇന്റഗ്രൽ ഓഫ് ലോഗ് എക്സ് ചെയ്താൽ ലോഗ് എക്സ് കിട്ടണ്ടേ പുറത്ത്. ഓക്കെ, അപ്പോ ഈ ഭാഗത്ത് നിങ്ങൾ നോക്കിയേ ഇന്റഗ്രൽ 1/x dx എന്താ. അപ്പൊ ആൻസർ വരുന്നത് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കംപ്ലീറ്റ് ചാപ്റ്റർ 7 ഇനി പഠിക്കാൻ പോകുന്ന സാധനമാണ് പറയുന്നത്. ഇനി ചാപ്റ്റർ 7 എടുക്കുന്ന സമയത്ത് ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യാം. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. കണ്ടോ? നിങ്ങൾക്ക് ഇപ്പൊ ഇനി ഏതെങ്കിലും ഒരു സാധനം ഇതേപോലെ നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻസിയേഷനിൽ നിന്നും അതിന്റെ ആൻസർ എത്തിക്കാം. ഇപ്പൊ 1/x dx ഇന്റഗ്രൽ എന്താ. ലോഗ് എക്സ് കിട്ടിയില്ലേ. ഓക്കെ, അപ്പൊ ഇതേപോലെ നമ്മളിപ്പോ അപ്പൊ ഇവിടെ 1/a dA എന്താണ് മക്കളെ. ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടപ്പോ. അപ്പൊ 1 ബിക്കംസ് ലോഗ് എക്സ് ആണോ ഇവിടെ എ അല്ലേ. അപ്പൊ എന്താ വരിക ലോഗ് എ. അപ്പൊ ശരിക്കും നാച്ചുറൽ ലോഗ് വെച്ചാണ് നമ്മൾ ആദ്യം പറയാ. അപ്പൊ ലോഗ് എ എന്ന് കിട്ടും. അപ്പൊ മൈനസ് ഇവിടെ ഉണ്ട്. ഇനി ഇപ്പുറത്തേക്ക് നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും. നമ്മൾ നേരത്തെ ചെയ്തതാണ് കെ ടി പ്ലസ് സി എന്ന് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടി ചെയ്യാണ്. when t equal to 0 ആവുമ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതിനെ ഞാൻ a of 0 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇക്വേഷൻ എന്താവും. അതായത് ഇക്വേഷൻ 2 ബിക്കം. അപ്പൊ 2 ബിക്കം എന്തായി മാറും. അതായത് ln of a0 എന്ന് പറയുന്നത് k into 0 plus c എന്ന് കിട്ടും അല്ലെ. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പാണ് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നമുക്ക് എന്ത് കിട്ടി. ln of a0 എന്ന് പറയുന്നത് c എന്ന് കിട്ടി. അപ്പൊ നേരത്തെ സി കണ്ടുപിടിച്ച പോലെ ഇവിടെയും നമുക്കൊരു സി കിട്ടിയിട്ടുണ്ട്. അതിനെ ഞാൻ 3 ആക്കി എടുക്കും. ഇനി ഈ 3 ഞാൻ ഇൻ 2 കൊണ്ടുപോയി ഇടുക. അപ്പൊ എന്റെ ഫൈനൽ ഇക്വേഷൻ പോലെ എനിക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ln of a എന്ന് പറയുന്നത് ലോഗ് ഓഫ് a എന്ന് പറയുന്നത് കെ ടി പ്ലസ് പ്ലസ് എന്നല്ല മൈനസ് ഇട്ടോ അവിടെ. കാരണം ഇതിന്റെ മുന്നിൽ ഒരു മൈനസ് ഇല്ലേ. കോൺസെൻട്രേഷൻ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മൈനസ് ലോഗ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് കിട്ടും. ഇതുവരെ എത്തിയടാ മക്കളെ എല്ലാരും. ഡൗട്ട് ഉണ്ടടാ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേ, ക്ലിയർ ആക്ക്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്. മൊത്തം നമ്മൾ നേരത്തെ ചെയ്ത പോലെ കെന്റെ ടേംസിൽ ഇതിനെ ഞാൻ മാറ്റി എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പൊ കെന്റെ ടേംസിൽ എഴുതുമ്പോ എനിക്ക് കെനെ ഒരു ഭാഗത്ത് കിട്ടണം, ബാക്കി എല്ലാവരും ഇപ്പുറത്ത് വരണം. അപ്പൊ ഇത് ഈ പറയുന്ന സാധനം ഇപ്പുറത്തേക്ക് പോകുമ്പോ ഇത് മൈനസ് അല്ലേ. ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോ പ്ലസ് ആവൂലേ. പ്ലസ് ആവും. അപ്പൊ അതായത് ln of a0 minus ln of a is equal to kt എന്ന് കിട്ടും. ഇനി kന്റെ ഇക്വേഷൻ അല്ലേ കിട്ടേണ്ടത്. അപ്പൊ t നമുക്ക് ഇവിടെ ഇൻറ്റു എന്നുള്ളത് ഡിവൈഡ് ആക്കാലോ അല്ലെ. അപ്പൊ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. k is equal to ln of a0 ln of a divided by t. ഇനി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണേ ഇതൊന്ന് ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ലോഗ് പി മൈനസ് പി ടു ദ ബേസ് എ എന്നായിക്കോട്ടെ. അല്ലെങ്കിൽ ഇവിടെ ലോഗ് പി മൈനസ് ലോഗ് എന്ന് വെച്ചിട്ട് നമ്മൾ പഠിച്ചത് ലോഗ് പി ടു ദ ബേസ് എ മൈനസ് ലോഗ് ക്യൂ ടു ദ ബേസ് എ ഈസ് ഈക്വൽ ടു എന്താണ്. നോക്കട്ടെ ആർക്കാ ബുദ്ധി ഉള്ളത്. ലോഗ് പി ടു ദ ബേസ് എ മൈനസ് ലോഗ് ക്യൂ ടു ദ ബേസ് എ. ഞാനൊരു കാര്യം പറയട്ടെ, മാത്സ് എടുക്കാതെ തേജസ് സാനിയ എന്നീ വ്യക്തികൾ എന്ത് ചെയ്യണം, വളരെ കോൺസെൻട്രേഷനിൽ ചെയ്യണം. ഇത് മൊത്തം മാത്സ് ആണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പൊ മാത്സ് എടുത്തില്ലെങ്കിൽ കെമിസ്ട്രി ഫിസിക്സ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ മടിച്ചിട്ടല്ലേ മടിയന്മാര്. ലോഗ് പി ബൈ ക്യൂ. വെരി ഗുഡ്. ലോഗ് പി ബൈ ക്യൂ ആണ് ടു ദ ബേസ് എ എന്നാണ് കിട്ടുക. അപ്പൊ അതേപോലെ ഇവിടെ അപ്ലൈ ചെയ്തോടെ മക്കളെ. നോക്കിയേ, അപ്ലൈ ചെയ്യാവോ.
അപ്പൊ കെ എന്തായി ഇപ്പോ 1/t ഞാൻ സെപ്പറേറ്റ് ഇങ്ങോട്ട് എടുത്തു. ഇപ്പൊ ഇവിടെ ലോഗ് ഇങ്ങനെയാ ഉള്ളത്, ലോഗ് എ എന്നുള്ളത്. അപ്പൊ അതിനെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? k is equal to 1/t. ഇത് രണ്ടും ഡിവൈഡ് ചെയ്തത് ln of a to the base 0 divided by a എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ ആണോ അത്? ഇനി ആലോചിക്ക്, ഇല്ലേ നാച്ചുറൽ ലോഗിനെ എങ്ങനെയാ സാരംഗ പിന്നെ നമുക്ക് പിന്നെ കോമൺ ലോഗിലേക്ക് മാറ്റാൻ പറ്റും? എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാ നാച്ചുറൽ ലോഗ് കോമൺ ലോഗിലേക്ക് മാറുക? ഒരു വാല്യൂ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു തന്നാണല്ലോ, നാച്ചുറൽ ലോഗ് കോമൺ ലോഗിലേക്ക് ആക്കി മാറ്റാൻ വേണ്ടി ഒരു സാധനം വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല, ഏടിയും ഇതുവരെ കണ്ടിട്ടില്ല. തോറ്റാ? അയ്യേ ഇതെന്താ ഇത്? തോറ്റാ? 2.303 വെച്ച് ഞാൻ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്താക്കാൻ പറ്റും? എനിക്ക് നാച്ചുറൽ ലോഗിനെ കോമൺ ലോഗിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. കോമൺ ലോഗല്ലേ ഹാൻഡിൽ ചെയ്യാൻ സുഖം അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ മാറ്റി കോമൺ ലോഗിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് രണ്ട് ഇക്വേഷൻ പഠിക്കേണ്ടത്. ഏതിന്റെ കേസില്? നമ്മള് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിൽ. ഇതിനകത്ത് ഈ ഫസ്റ്റ് ഇക്വേഷൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷൻ ആപ്ലിക്കേഷൻ ലെവലിൽ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഡെറിവേഷൻ പറ്റുന്ന പോലെ പഠിക്കുക. ഇനി നമുക്ക് അതിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് ചെയ്യേണ്ടത്. എങ്ങാനും ഈ ലിങ്ക് കട്ടായി പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ തന്നെ ഒന്നും കൂടെ കയറുക കേട്ടോ. 40 മിനിറ്റ് കഴിയുമ്പോൾ കട്ടായി പോകും. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. സപ്പോസ് ഇതിപ്പോ കെന്റെ ഇക്വേഷനാ, നമ്മളിവിടെ ടീന്റെ ഇക്വേഷൻ ആവശ്യപ്പെട്ടാലോ? വെരി ഗുഡ്, അങ്ങനെ ചെയ്യണം. ഇപ്പൊ കെന്റെ ഇങ്ങനെയാണ്, k is equal to 2.303/t log a to the base 0/a ആണെങ്കിൽ ഈ പറയുന്ന ടി ബേസ് ടി കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ ടി is equal to എങ്ങനെ പറയാം? k നേരെ താഴെ എടുത്താൽ മതി. 2.303/k log a to the base 0/a. അത് ബേസ്ഡ് ഓൺ t. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഗ്രാഫ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതുവരെ എത്തിയോടാ എല്ലാവരും? എഴുതണം എല്ലാം എഴുതണം. സാരംഗ് എന്താ നോക്കുന്നത്? സാരംഗിന് അവിടെ ആരാ ഉള്ളത്? ഇയർഫോൺ ഒക്കെ അയച്ചു മാറ്റി കഴിഞ്ഞാൽ ഞാൻ വിളിക്കുന്ന ചീത്തയൊക്കെ അവിടെ എല്ലാരും കേൾക്കൂ. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നീ അവിടുന്ന് കോൺസെൻട്രേഷൻ മാറുമ്പേ. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മള് അതിന്റെ ഒരു ഗ്രാഫ് നോക്കാണ്. അപ്പൊ ഗ്രാഫ് ഓഫ്